റൊമാൻറ്റിക് കാൻഡിൽ ലൈറ്റ് ഡിന്നർ, റെഡ് റോസസ്, വില കൂടിയ സമ്മാനങ്ങൾ. വാലന്റൈൻസ് ഡേ എന്ന് കേൾക്കുമ്പോൾ മില്ലേനിയലുകളുടെ മനസ്സിൽ വരുന്നത് ഇതൊക്കെയാവും. എന്നാൽ ജെൻസി പ്രണയത്തെയും വാലന്റൈൻസ് ഡേയും കാണുന്നത് കുറച്ച് വ്യത്യസ്തമായാണ്. ട്രൂലുലു പോലുള്ള പദപ്രയോഗങ്ങളിലൂടെ അവർ പ്രണയത്തിന് പുതിയ ഭാവങ്ങൾ നൽകുന്നു. പ്രണയത്തിനോടുള്ള അപ്രോച്ചിൽ ഈ രണ്ട് തലമുറകളും തികച്ചും വ്യത്യസ്തമാണ്. പ്രണയവും വാലന്റൈൻസ് ഡേയും ജെൻസി തലമുറ എങ്ങനെ റീഡിഫൈൻ ചെയ്യുന്നു എന്ന് നമുക്ക് നോക്കാം. മില്ലേനിയലുകൾ ഗ്രാജുവൽ ഡേറ്റിംഗിൽ വിശ്വസിക്കുന്നു. അവർ പ്രണയത്തിൽ കുറച്ചുകൂടി സീരിയസ് ആയവരാണ്. വിവാഹത്തിലേക്കോ ലോങ് ടേം റിലേഷൻഷിപ്പിലേക്കോ നയിക്കുന്ന ബന്ധങ്ങൾക്കാണ് അവർ മുൻഗണന നൽകുന്നത്. എന്നാൽ ജെൻസി വിഭാഗക്കാർക്ക് പ്രണയം എന്നത് ഒരൊറ്റ വാക്കിൽ ഒതുങ്ങുന്ന ഒന്നല്ല. സിറ്റുവേഷൻഷിപ്സ്, ടെക്സ്റ്റേഷൻഷിപ്സ്, സോഫ്റ്റ് ലോഞ്ചസ്, ഫ്ലർട്ടേഷൻഷിപ്സ്, ഗോസ്റ്റിംഗ്, ബ്രെഡ് ക്രംപിംഗ്, ഡെല്യൂഷൻഷിപ്സ്, പോക്കറ്റിംഗ്, ഇങ്ങനെ പോകുന്നു ജെൻസി റിലേഷൻഷിപ്പുകൾ. വാലന്റൈൻസ് ഡേയിൽ വലിയ വാഗ്ദാനങ്ങൾ നൽകുന്നതിനേക്കാൾ പ്രസന്റ് മൊമെന്റ്സ് എൻജോയ് ചെയ്യാനാണ് അവർ കൂടുതൽ താല്പര്യപ്പെടുന്നത്. ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും പങ്കാളിയോടൊപ്പം ചിത്രം പങ്കുവെച്ച് ഹാപ്പി വാലന്റൈൻസ് ഡേ മൈ വേൾഡ് എന്ന് മില്ലേനിയലുകൾ എഴുതുമ്പോൾ ജെൻസി കുറച്ചുകൂടി പ്രായോഗികമാണ്. പുറമെ കാണിക്കുന്ന പ്രകടനങ്ങളെക്കാൾ പരസ്പരമുള്ള ബഹുമാനം, മെന്റൽ ഹെൽത്ത് സപ്പോർട്ട് എന്നിവയ്ക്കാണ് അവർ വില കൽപ്പിക്കുന്നത്. ജെൻസിക്ക് വാലന്റൈൻസ് ഡേ എന്നത് പങ്കാളിയോടൊപ്പം സമയം ചിലവഴിക്കാനുള്ള ഒരു ദിവസം മാത്രമാണ്. അതൊരു പെർഫോമൻസ് അല്ല. തങ്ങളുടെ പ്രണയിനിയോടോ കാമുകനോടോ ഒപ്പം മാത്രമായി പ്രണയദിനം ആഘോഷിക്കുന്ന രീതി മില്ലേനിയലുകൾ ഇപ്പോഴും തുടരുമ്പോൾ ജെൻസി തങ്ങളുടെ സുഹൃത്തുക്കളെയും ഈ ആഘോഷത്തിൽ ഉൾപ്പെടുത്തുന്നു. തനിച്ചായിരിക്കുന്നതിൽ അവർക്ക് വിഷമമില്ല. പകരം സുഹൃത്തുക്കൾക്കൊപ്പം വാലന്റൈൻ ആഘോഷിക്കാൻ അല്ലെങ്കിൽ സെൽഫ് ലവ് ആഘോഷിക്കാൻ അവർ ഈ ദിവസം മാറ്റിവെക്കുന്നു. കേരളത്തിലെ ജെൻസി കുട്ടികൾക്കിടയിൽ ഇപ്പോൾ ട്രൂലുലു എന്ന പ്രയോഗം വൈറലാണ്. യാഥാർത്ഥ്യത്തെക്കാൾ ഉപരിയായി ഭാവനയിൽ കാണുന്ന പ്രണയത്തെയും ക്രഷിനെയും ഒക്കെയാണ് അവർ ഇങ്ങനെ വിശേഷിപ്പിക്കുന്നത്. വാലന്റൈൻസ് ഡേയിൽ മറ്റൊരാളെ പ്രണയിക്കുന്നതിനേക്കാൾ സ്വന്തം ആഘോഷത്തിനായി ഒരു സോളോ ഡേറ്റിന് പോകാനും സിനിമ കാണാനും ഇവർ ഇഷ്ടപ്പെടുന്നു. ഗിഫ്റ്റിങ്ങിന്റെ കാര്യത്തിലും കുറച്ചധികം പ്രാക്ടിക്കലാണ് ജെൻസി. ടെഡി ബെയറുകളും ഹൃദയാകൃതിയിലുള്ള പില്ലോകളും മില്ലേനിയലുകളുടെ ട്രെൻഡ് ആയിരിക്കുന്നുവെങ്കിൽ ജെൻസി താല്പര്യപ്പെടുന്നത് ക്രിയേറ്റീവായ സമ്മാനങ്ങളിലാണ്. ഡിജിറ്റൽ ഗിഫ്റ്റുകൾ, ആക്സസറികൾ അല്ലെങ്കിൽ പ്രായോഗികമായി ഉപകാരപ്പെടുന്ന സാധനങ്ങൾ നൽകാനാണ് അവർ ആഗ്രഹിക്കുന്നത്. നമുക്ക് വേണ്ടത് മില്ലേനിയലുകളുടെ ആ ആഴത്തിലുള്ള ഇമോഷണൽ ബോണ്ടും ജെൻസിയുടെ ആത്മവിശ്വാസമുള്ള സെൽഫ് ലവ് മനോഭാവവുമാണ്. വാലന്റൈൻസ് ഡേ എന്നത് കലണ്ടറിലെ ഒരു തീയതി മാത്രമാണ്. നിങ്ങൾ റോസാപ്പൂ നൽകി പ്രണയിച്ചാലും അതല്ലെങ്കിൽ ഒരു സോളോ ഡേറ്റിന് പോയി സ്വയം പ്രണയിച്ചാലും ലക്ഷ്യം ഒന്നേ ഉള്ളൂ: സന്തോഷമുള്ള, ആത്മവിശ്വാസമുള്ള ഒരു മനസ്സ് നിലനിർത്തുക. അതുകൊണ്ട് പ്രണയത്തെ ഒരു തലമുറയുടെയും ഡെഫിനിഷനിൽ ഒതുക്കേണ്ടതില്ല. മില്ലേനിയലുകളുടെ ഫോർ എവർ സങ്കല്പവും ജെൻസിയുടെ നോ സ്ട്രിങ്സ് അറ്റാച്ച്ഡ് നിലപാടും ചേരുന്നിടത്താണ് പുതിയ കാലത്തിന്റെ ലവ് കെമിസ്ട്രി രൂപപ്പെടുന്നത്. ഈ പ്രണയ ദിനത്തിൽ നമുക്കൊരൊറ്റ കാര്യം മാത്രം തീരുമാനിക്കാം: പ്രണയിക്കുന്നത് പങ്കാളിയെയോ സ്വയമേയോ ആകട്ടെ, അത് ആത്മാർത്ഥതയോടെ ആയിരിക്കണം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.